മേനോൻ സാറേ, മേനോൻ സാറേ, നമ്മൾ പത്രത്തിൽ കൊടുത്ത പരസ്യം മുൻപേയിൽ തന്നെ വന്നിട്ടുണ്ട്. നവവധുവിന് ആവശ്യമുണ്ട്. അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നിരിക്കുന്ന മാന്യദ്ദേഹവും വമ്പിച്ച ഭൂവുടമയുമായ ശ്രീമാൻ ശ്രീധരമേനോന് അനുയോജ്യയും ആഭിജാതയുമായ ഒരു വധുവിനെ ആവശ്യമുണ്ട്. വിലപ്പെട്ട വിവാഹബന്ധത്തിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വിലാസത്തിൽ അപേക്ഷിക്കുക. ഉഗ്രൻ പരസ്യം. താൻ പലപ്പോഴും എന്നെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചപ്പോ സത്യത്തിൽ എനിക്ക് വേണ്ടെന്ന് തന്നെയായിരുന്നു വിചാരം. പക്ഷെ ഇപ്പോ എനിക്കതൊരു ചലഞ്ചായി. എന്നെ ആക്ഷേപിച്ചു വിട്ട ശങ്കരൻ കർത്താവിന്റെ മുമ്പിൽ ആർഭാടത്തോടെ എന്റെ കല്യാണം നടക്കണം. സംശയം എന്താ? നാളത്തെ പോസ്റ്റില് ആയിരക്കണക്കിന് സുന്ദരിമാരുടെ അപേക്ഷകൾ കാണും. ശങ്കരൻ കർത്താവിന്റെയും നാരായണൻ നായരുടെയും സേതുലക്ഷ്മി അമ്മയുടെയും മുമ്പിൽ ആന അമ്പാരിയോടെ അങ്ങയുടെ വിവാഹം ഞാൻ നടത്തും. സത്യം. അച്ഛാ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ അച്ഛന്റെ മകനാ. മകനാ? അതെ, സുരേഷ്, ഗോമതി അമ്മയുടെ മകൻ. അതെ, ഇത്രയ്ക്കും ആലോചിച്ച് തല പോകേണ്ട ഒരു കാര്യമില്ല. ഒന്ന് പതുക്കെ പറടോ, സുരേഷ് ആ മുറിക്കകത്തുണ്ട്. അതിനെന്താ, നമ്മളൊരു മംഗളകാര്യത്തെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? എന്തോ എനിക്കൊരു രൂപം കിട്ടുന്നില്ല. ഇന്നലെ വരെ ഗോമതി എന്റെ മനസ്സിലൊരു കുറ്റബോധത്തിന് നിഴൽ മാത്രമായിരുന്നു. ഇന്ന് അവള് പ്രസവിച്ച എന്റെ മകൻ വന്നെത്തിയിരിക്കുന്നു. ഇതിനിടയിൽ എങ്ങനെ എന്റെ വിവാഹം നടത്തോളൂ? പത്രത്തിൽ നമ്മൾ വെണ്ടയ്ക്ക് പോലെ പരസ്യം കൊടുത്തതല്ലേ, നടത്തിയില്ലെങ്കിൽ നാണക്കേടാ. സുരേഷ് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടിയുണ്ട്. ആ കൊച്ചൻ അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥനായിട്ടാണ് വളർന്നത്. ഇപ്പൊ അച്ഛനെ കിട്ടി. ഒരമ്മയും കൂടി ഉണ്ടെങ്കിലേ ശരിയായ വാത്സല്യം അവന് കിട്ടൂ. അതൊക്കെ ശരിയാ. പക്ഷെ അവരെ കൺമുമ്പിൽ നിർത്തിക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്കൊരു സ്വാതന്ത്ര്യക്കുറവ് പോലെ. അതിനും വഴിയുണ്ട്. സുരേഷ്, നീ ഒന്നേ പറയട്ടെ. എന്താണ് അച്ഛാ? ഇന്നലെ വരെ ഈ ലോകത്തുള്ള ഒരു സുഖം അറിയാതാണ് നീ വളർന്നത്. ഇനി അത് പോരാ. എന്റെ മകൻ ഒരു രാജകുമാരനെ പോലെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒന്നും ഈ ബംഗ്ലാവിലില്ല. അച്ഛനെ കാണാൻ കഴിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ ഉള്ളതിൽ കൂടുതൽ ഒരു സുഖ സൗകര്യവും എനിക്ക് വേണ്ടച്ച. അത് പോരാ. നീ ഇപ്പൊ തന്നെ രാവണിനെ കൂട്ടി ടൗണിൽ പോയി നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് താമസിക്കാൻ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്യണം. അയ്യോ, എന്തിനാണ് അച്ഛാ അതൊക്കെ? എന്തിനാണെന്നോ, 10 ദിവസം കഴിഞ്ഞ് കുഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു കൊട്ടാരത്തിന് യോജിച്ച സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കും. ഇതാ 10,000 രൂപ ഉണ്ട്. എനിക്ക് എന്തിനാണ് അച്ഛാ പണം? പോക്കറ്റ് ഉണർത്തിരിക്കട്ടെ. ബാക്കി കാര്യങ്ങൾക്കുള്ള പണം രാവണിനെ ഏൽപ്പിച്ചേക്കാം. എന്റെ ഗുരുവായൂരപ്പ, ഈ പെണ്ണ് പട്ടിണി കിടന്ന് ചാവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? എടി പെണ്ണെ, എഴുന്നേറ്റ് വന്നു വല്ലതും കഴിക്കാൻ. എനിക്കൊന്നും വേണ്ടമ്മേ. ചേടാ, എങ്ങാണ്ട് കിടക്കുന്ന ഒരു എരപ്പാളിയുടെ പേരും പറഞ്ഞ് ഇത്രയൊക്കെ പ്രാന്ത് കാണിക്കണോ? എടി പെണ്ണെ, ആ ചെക്കൻ നിനക്ക് വല്ല കൂടോത്രം ചെയ്തോ? അമ്മയൊന്നും മിണ്ടാതിരിക്കോ? ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാടി മിണ്ടാണ്ടിരിക്കുന്നത്? ദേ, അവന്റെ പേരും പറഞ്ഞ് നീ വീട്ടിന് വെളിയിലെങ്ങാനും ഇറങ്ങിയാലുണ്ടല്ലോ, അന്ന് എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മോങ്ങാണ്ട് അടങ്ങാനും കിടന്നോ? ഒന്നേ ഉള്ളല്ലോന്ന് വെച്ച് കൊഞ്ചിച്ച് പെണ്ണങ്ങ് വഷളായി. എന്താടി സേതുലക്ഷ്മി ഇവിടെ ഒരു കലവില?
ഓ കലവില്ല കലവില്ല. അങ്ങോട്ടൊന്ന് നോക്കിയേ, ആ പെണ്ണൊന്നും കഴിക്കുന്നില്ല. അങ്ങോട്ടേയല്ലോ. നീ പോയി കഞ്ഞി വിളമ്പ്, അവള് വന്ന് കഴിച്ചോളൂ. ആ അതിരിക്കട്ടെ, പോയ കാര്യം എന്തായി? അനാഥാലയത്തിൽ നിന്ന് ചെറുക്കം വന്നെന്ന് പറഞ്ഞ നേരാണോ? ആ അത് നേരാ. നിങ്ങൾ കണ്ടോ? കാണുന്നത് എങ്ങനെ? അതെന്താ? വരുന്നതിന് മുമ്പ് മാറ്റിക്കളഞ്ഞു. ഓ വല്ലവരും കൊത്തിക്കൊണ്ട് പോകുന്ന മറ്റോ വിചാരിച്ചായിരിക്കും മാറ്റിക്കളഞ്ഞത്. ആ ചെക്കനെ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ തന്തയുടെ രണ്ടാം കെട്ട് നടക്കുന്നത് ഞാനൊന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. സേതുലക്ഷ്മി, നേരെ ഒന്ന് വെളുത്തോട്ടെ, കാണിച്ചു തരാം. ഇവിടെ ആരുമില്ലേ? ചേച്ചി എവിടെ? ചേച്ചി ഇവിടെ ഇല്ല, ആശുപത്രി പോയിരിക്കുക. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്റെ വാടക കാശ് എടുക്ക്. വാടക അടുത്ത മാസം തരാം. ആഹാ തരണ്ട. എത്ര മാസമായി വാടക കാശ് എന്നിട്ട്? എടോ ആ സാധനങ്ങളെല്ലാം പറയും പുറത്തിട്. ചേച്ചി ഒന്ന് വന്നോട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അതൊക്കെ പറയും പുറത്തിട്. അയ്യോ മുരളി, എന്താ ഇതൊക്കെ? അറിയില്ല നിനക്ക്? വാടക തരാതെ വീട്ടിൽ താമസിക്കാൻ ഒക്കത്തില്ല. ദയവേദി ഞങ്ങളെ ഇറക്കി വിടല്ലേ മുരളി. ഉള്ള കാശ് മുഴുവൻ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവായി പോയി. ഞാൻ എങ്ങനെയെങ്കിലും 2 ദിവസത്തിനകം കാശുണ്ടാക്കി തരാം. വേണ്ടടി, എനിക്ക് വീട് ഒഴിഞ്ഞ് കിട്ടിയാൽ മതി. ഞങ്ങൾ എങ്ങോട്ട് പോനാ മുരളി? എന്താ ഇവിടെ ഒരു ബഹളം? ഞങ്ങളെ ഇറക്കി വിടുവാ ചേട്ടാ. മുതലാളി, നിങ്ങൾക്ക് വാടക കിട്ടിയാ പോരെ? മാസം 3 എന്റെ പൊന്നി ഏട്ടാ, സർക്കാരിൽ നിന്ന് പോയി ശമ്പളം ശരിക്കും കിട്ടുന്നില്ല, പിന്നെയാണ് ഈ പാവപ്പെട്ട ഒരു വാടക വരുന്നത്. ഒരു കാര്യം ചെയ്യ്, വാടക കാശ് വൈകിട്ട് ഞങ്ങൾ എത്തിച്ചേക്കാം. സത്യമായിട്ട് ഞങ്ങൾ എത്തിച്ചേക്കാം, സത്യം. ഇവരെ ഇറക്കി വിടല്ലേ? താൻ ഏറ്റോ? ഞാൻ ഏറ്റു. എന്തിനാ താൻ ചൂടാവുന്നത്? ചൂടാവുന്നല്ലോടോ. ആ പിന്നെ അത് കൊള്ളാമല്ലോ. ഏറ്റല്ലോ. ഏറ്റു ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. നിങ്ങൾ ഒന്ന് പോ. വേണ്ട, കയറ്റം ചവിട്ടിക്കെല്ലാം വയ്യ. എന്താ വാടോ ഇത്? എടുത്തു വെക്കേ. പോട്ടെ. പോട്ടെ. ആരുടെ വണ്ടിയാടാ ഇത്? ഇതാരുടെ വണ്ടിയാന്നാ ചോദിച്ചേ? ഇത് എന്റെ വണ്ടിയാണെന്ന്. പെർമിറ്റും ലൈസൻസും എടുക്കാൻ നാളെ കൊണ്ടുവരാം. നിങ്ങളുടെ യൂണിഫോം എവിടെ? കഴിവാൻ കൊടുത്തിരിക്കുക. എന്റെയോ? ഇസ്തിരി ഇടാൻ കൊടുത്തിരിക്കുക. എന്നാൽ എല്ലാം കഴുകി ഇസ്തിരി ഇട്ട് വണ്ടിക്കകത്ത് തന്നെ വെച്ചോ. എന്നാ ഈ 2 വണ്ടി സ്റ്റേഷനിലോട്ട് ഇട്. എന്തിനാ സാറേ? നിന്റെ അമ്മയെ പിണ്ണം വെക്കാൻ. ആ വണ്ടി ഇടാ, വണ്ടി ഇടടാ. വണ്ടി ഇടാ. വണ്ടി എടുക്കാൻ. ഇതിന്റെ കിഷ്കിന്റെ വണ്ടി ഇടാ. വണ്ടി ഇടാ. അല്ലേ വേണ്ട. ഒരു ഡിസിപ്ലിൻ വേണ്ടടാ. ചെലവി വണ്ടിക്ക് ഓട്ടോ ഇല്ല സാർ. നിന്നെ ഞാൻ ഓട്ടിക്കും. ഇപ്പൊ സ്റ്റേഷനിൽ ഒന്നും നടക്കുകയില്ല. ഇപ്പൊ ഞാൻ 10 രൂപയേ ഉള്ളൂ സാറേ. അതെ, ഞാൻ വെക്കാം. അല്ല അത് ഞാൻ വെച്ചോ, വെച്ചോ. വെച്ചോ. അതാ ശരി. പോയി വൃത്തിയായിട്ട് കഴുകിയൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അവിടെ സൂക്ഷിച്ചു പോ. സ്റ്റോപ്പ്. വണ്ടി അവിടെ വെക്കണ്ട. വണ്ടി അവിടെ വെക്കണ്ട. ഞങ്ങൾ പോലീസാണ്. ഓടിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലീസാണ്. നോൺസെൻസ് അല്ല, ജോൺസൺ ആൻഡ് തോംസൺ. എന്റെ പൊന്നി ഏട്ടാ, ഞങ്ങളെ രക്ഷിക്കണം. ഇതെന്ത് വേഷമാടാ? ഉദര നിമിത്തം പലവിധ വേഷം, പലര നിമിത്തം പലവിധ പീഡനം, ഉദര നിമിത്തം പലര നിമിത്തം. ശരി എന്റെ പൊന്നി ഏട്ടാ, എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കണമെന്ന് വെച്ചാ ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം പോലീസാ. പോലീസാ? തൊപ്പി ഓട്ടളിയ. പോട്ടെ. ഇന്നലെ മുതൽ നിങ്ങളെ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്താ കോള് വരെ വന്നിട്ടുണ്ടോ? അതൊക്കെ പറയാം, വാ. നാലാം ചാമര വാർഷികം. ഇടിവെട്ടേറ്റവനെ നിർത്തടോ. ആ, ഇത് നോക്ക്, ഒരു വിവാഹ പരസ്യം. ഇയാളെ നമുക്കൊന്ന് വഹിക്കണം. ഇയാളൊരു മുതുക്കനാണല്ലോ. പക്ഷേ കോടീശ്വരനാ. ഒരിക്കൽ നമ്മുടെ പിള്ളേരൊന്ന് മുട്ടി നോക്കിയതാ, ഫലിച്ചില്ല. ബുദ്ധിപൂർവ്വം വേണം നമ്മുടെ അടുത്ത് നടപടി. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. പക്ഷെ കാശിയിലുണ്ട്. വാസുവായിട്ട് ഞങ്ങളുടെ പിന്നി നിന്നാ മതി. എന്തു വേണമെങ്കിലും ചെയ്യാം. അമേരിക്കയിൽ നിന്ന് അയാൾ കൊണ്ടുവന്നിട്ടുള്ള പണവും പണ്ടങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ വരണം. സമ്മതിച്ചു. പക്ഷെ പാതി പാതി അല്ലേ? മീശ. പോട്ടെ.